12 ലക്ഷം കോടി ആകെ ചെലവ് എല്ലാം കൂടി വരുന്നത് 47 ലക്ഷത്തി 65,000 കോടിയാണ്. 48 ലക്ഷം എന്ന് എടുക്കുക. 48ൻ്റെ പകുതി 24 അല്ലേ, അതിൻ്റെ പകുതി 12, 25%. ഇന്ത്യ ഗവൺമെൻറ് ആകെ ചെലവാക്കുന്നതിൻ്റെ 25% പലിശയ്ക്ക് കൊടുക്കുക. സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലല്ല കേന്ദ്രത്തിൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ബാക്കിയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾക്ക്. ആകെയുള്ള ചെലവിന്, നിത്യനിദാന ചെലവിനുള്ള പണത്തിൻ്റെ കാര്യത്തിലായാലും വലിയ തോതിലാണ് കടം. അതുകൊണ്ടെന്താ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആകെ ബോറോയിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5.8%. ആകെയുള്ള നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ GDP-യുടെ 5.8% കഴിഞ്ഞ വർഷം കടമെടുത്തു എന്നാണ് ഇന്ന് മന്ത്രി അവിടെ കൊടുത്ത കണക്ക്. കഴിഞ്ഞ വർഷം 6.4 ഇപ്പോൾ നടക്കുന്ന വർഷം 5.8%. അടുത്ത വർഷം അത് 5.1 ആവുമെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ നോക്കണം, കേരളം വലിയ കടമെടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3% കടമെടുക്കാൻ പാടുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനും FRBM എന്ന് പറഞ്ഞ ഒരേ ആക്റ്റാണ്. കേരളത്തിന് 11 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം ഏകദേശം. ഈ വർഷം ഇനിയും കൂടും. കറണ്ട് ഇയറിൽ 11 ലക്ഷം കോടിയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം. ആ 11 ലക്ഷത്തിൻ്റെ 3% എടുക്കാം എന്നുള്ളതാണ് കണക്ക്. കേന്ദ്രത്തിനും ഇതേ 3% എടുക്കാവുള്ളൂ. അവിടെ 2 കോടി ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തുകയാണല്ലോ വരിക. അതിൻ്റെ 3% എടുത്തത്. 5.8% എടുക്കുന്ന ആളുകളാണ് പറയുന്നത് കേരളം 3 എടുക്കാവുള്ളൂ. എന്നിട്ടോ കഴിഞ്ഞ വർഷം മുൻപെടുത്ത കിഫ്ബിയുടെയും മറ്റും പേര് പറഞ്ഞ് വെട്ടിക്കുറച്ചിട്ട് 2.5% തന്നുള്ളൂ. ഇത് ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ധനകാര്യ അവസ്ഥയുടെ. ഇത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ ആകെ ഇന്ത്യയിൽ ചിലവാക്കുന്നതിൻ്റെ 4/1 കടമെടുത്തിട്ടാണ്. ആകെ ഇന്ത്യ ചിലവാക്കുന്നതിൻ്റെ 25% പലിശ കൊടുക്കുകയാണ്. ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറൗണ്ട് 40%, 36% കടം മേടിക്കുന്നതാണ്. സാധാരണ ഒരു വ്യക്തി പോലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ എടുത്ത് നടത്താൻ പറ്റില്ല. ഇതാണ് പൊതുവിൽ നമ്മുടെ ഈ ബഡ്ജറ്റ് അറ്റ് ഗ്ലാൻസിൻ്റെ ആദ്യത്തെ പേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന പ്രധാനപ്പെട്ട കണക്ക്. പിന്നെ ഐറ്റം വൈസ് നോക്കുകയാണെങ്കിൽ ഇതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ബാധിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ഐറ്റങ്ങളിലേക്ക് പോവാം. നമ്മുടെ ടാക്സ്, കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് രേഖകളിൽ തന്നെ പറയുന്നു ടാക്സ് പിരിഞ്ഞു കിട്ടാനുള്ളത് ഈ വർഷത്തെ. ഇവിടെ നമ്മൾ പല CAG റിപ്പോർട്ടൊക്കെ വരാറുണ്ടല്ലോ. 21,30,407 കോടി രൂപ ടാക്സ് പിരിഞ്ഞു കിട്ടാനുള്ളത് പിരിച്ചിട്ടില്ല. അതിനകത്ത് നോൺ ഡിസ്പ്യൂട്ടഡ് ടാക്സ്, ഒരു തർക്കവുമില്ലാത്ത ടാക്സ് 9,08,430 കോടി രൂപ. 9,08,430 കോടി രൂപ ഒരു തർക്കവുമില്ല, അംഗീകരിച്ചു. ഇതുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. 9 ലക്ഷത്തിൻ്റെ പിരിച്ചു കഴിഞ്ഞാൽ ഒരു 27,000 കോടി രൂപ നമുക്ക് കിട്ടുന്നതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി. ഈ കണക്കൊന്നും നോക്കിയാൽ കണക്കുകൾ നോക്കുമ്പോൾ അറിയാം ഈ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയും ആ കണക്കിനകത്തുണ്ട്. ഇത് ബഡ്ജറ്റ് രേഖയെന്ന് ഞാൻ പറയുന്നതാണ്. പിന്നീട് ഇതിനകത്തുള്ള ഓരോ മേഖലയിലും പണം കുറച്ചേക്ക് നിങ്ങൾ നോക്കുക. സാധാരണഗതിയിൽ ചില വലിയ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചുകൂടി പണം കൂടുതൽ കണ്ടെത്തി ചെലവ് ചെയ്യേണ്ടതാണ്. ആകെയുള്ള ബോറോയിങ് 1 ലക്ഷം കോടി അവരുടെ കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പെർസെൻറ്റേജായി. കഴിഞ്ഞ വർഷം 40% ആകെ ബഡ്ജറ്റ് സൈസിൻ്റെ 40% കടമായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാളും 1 ലക്ഷം കോടി കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിനകത്ത് കാര്യമായ വർധന അതുകൊണ്ടൊന്നും വന്നിട്ടില്ല. അവർ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും വിലക്കയറ്റം കേരളത്തെക്കാളും അധികം വിലക്കയറ്റം ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ശരാശരി കണക്കുകൾ വന്നിട്ടുള്ളതാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാര്യമായ പണം വെച്ചിട്ടില്ല. ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള പണം പിന്നെ അതിനകത്ത് വാസ്തവത്തിൽ ചെറിയ കുറവാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷമുള്ള ആക്ച്വലിനേക്കാളും 7,082 കോടി കുറവാണ് ഈ വിലക്കയറ്റം നേരിടാനുള്ള പണം വെച്ചതിനകത്ത് കുറവ്. അപ്പോൾ ആക്ച്വൽ പ്രൈസിൽ നോക്കുമ്പോഴത്തേക്ക് ആ 7,000 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കുറവ് വരും. കാരണം ഓരോ വർഷവും വരുമ്പം നാണയത്തിൻ്റെ വില വരുമല്ലോ, വ്യത്യാസം വരുമല്ലോ. അതുപോലെ ഈ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ അമൃതകാൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി പറഞ്ഞു. മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രത്യേക ഗ്യാരണ്ടി പറഞ്ഞിട്ടൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. കേന്ദ്ര ബജറ്റിൻ്റെ കണക്കുകളെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ധനമന്ത്രി സംസാരിക്കുന്നത്.